ജൂലൈ മാസത്തെ നമ്മുടെ ധ്യാനങ്ങളെക്കുറിച്ച് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളത് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് അറിയിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഗുഡ് ന്യൂസ് ടീമിലെ നമ്മുടെ വൈദികർ നടത്തുന്ന ധ്യാനങ്ങൾ 3 ദിവസത്തെയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവസാനിക്കുന്ന ധ്യാനം. നമുക്കിനി അടുത്ത ധ്യാനം വരുന്നത് തപസ് ധ്യാനമാണ്. ജൂലൈ മാസം 3 മുതൽ 6 വരെ. ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയുക. തപസ് ധ്യാനം ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേയുടെ അന്ന് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കും. നോബിളച്ചനും ഞാനും നിങ്ങളെ സഹായിക്കും, ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തുണ്ടാകും. തപസ് ധ്യാനം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എന്താണ്? ഉപവാസ ധ്യാനമാണ്. ഉപവാസ ധ്യാനം 3 ദിവസം കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഭക്ഷണമൊന്നുമില്ല. ഞായറാഴ്ച ധ്യാനം തീരുമ്പോൾ നേർച്ച ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത, വചനം ഭക്ഷിക്കുന്നു, വിശുദ്ധ കുർബാന, കട്ടിയുള്ള ഭക്ഷണമായിട്ട് സ്വർഗത്തിൻ്റെ അപ്പം നമ്മൾ ഭക്ഷിക്കുന്നു. നമ്മുടെ തപസ് ധ്യാനത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒത്തിരി പേരും ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്. തപസ് ധ്യാനത്തെക്കുറിച്ചൊക്കെ ആൾക്കാരോട് നിങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞേക്കണം, ഉപവാസമാണ്. 3 ദിവസത്തെ ഉപവസിച്ച് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ധ്യാനമാണ്. നമുക്ക് ഹീൽ ധ്യാനം 17ാമത്തെ ഹീൽ ധ്യാനം നമ്മൾ നടക്കുക 10 മുതൽ ജൂലൈ 10 മുതൽ 13 വരെയാണ്. 3 ദിവസം. ജൂലൈ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി 13-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി 1:30 ആകുമ്പോഴത്തേനും കഴിയും. അത് ഉപവാസ ധ്യാനമല്ല. ഈശോയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാൻ കുറച്ച് പഠനവും ഈശോയുടെ സ്നേഹവും ആരാധനയും സ്നേഹമൊക്കെ ഒന്ന് ഈശോയുടെ അടുത്തിരിക്കുന്ന ഒരു വലിയ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്ന വളരെ വളരെ സ്നേഹം നിറഞ്ഞൊരു ധ്യാനമാണ്. നേരത്തെ പങ്കെടുത്തുള്ളവർക്കൊക്കെ അറിയാം. 16 ഹീൽ ധ്യാനങ്ങൾ കഴിഞ്ഞു. 17ാമത്തെ ഹീൽ ധ്യാനം ജൂലൈ 10 മുതൽ 13 വരെ. കൂടുതൽ യുവജനങ്ങളൊക്കെ ആ ധ്യാനത്തിനാണ് വരുന്നത്. എന്നാലും ഞാനൊരു വലിയ അത്ഭുതമായിട്ട് കണ്ടിട്ടുള്ളത് തപസ് ധ്യാനത്തിന് വരുന്ന യുവജനങ്ങളെയാണ്. ഈ തപസ് ധ്യാനത്തിന് വന്നിരുന്ന വലിയ തീഷ്ണതയോടെ, ഇത്തിരി സീനിയേഴ്സ് ആയവരെക്കാളും വലിയ തീഷ്ണതയോടെ തപസ്സിന് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഹീൽ ധ്യാനത്തിലാണ് കൂടുതലും യുവജനങ്ങളൊക്കെയാണ് അതിന് വരിക. നിങ്ങളുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരിലൊക്കെ അവർക്ക് ഈശോയുടെ സ്നേഹത്തിലേക്കൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെയൊക്കെ കുറച്ചുകൂടി ഒന്ന് അടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഹീൽ ധ്യാനത്തിന് അവരെ വിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അവരോട് ഇതിനെക്കുറിച്ചൊന്ന് പറയുക. നമുക്കിനി അടുത്ത ഏകദിന ധ്യാനം 19-ാം തീയതിയാണ്. ജൂലൈ 19-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ച കഴിയുന്നുള്ള സമയം വരെ നമ്മുടെ ജൂലൈ മാസത്തെ ഏകദിന ധ്യാനം. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. നിങ്ങൾ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ജൂലൈ 26-ാം തീയതി സാറ്റർഡേ രാത്രി 7:30 മുതൽ രാവിലെ വരെ 5:30 വരെ നമുക്ക് നൈറ്റ് വിജിൽ നടക്കുകയാണ്. നമുക്കറിയാം, എല്ലാ മാസങ്ങളും നമ്മൾ നടത്താറില്ല. ഈശോ പ്രത്യേക ഒരു ഇൻസ്പിറേഷൻ തരുന്നൊരു സമയത്ത് നമ്മൾ നടത്തുന്നു. ജൂലൈ 26-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ രാവിലെ 5:30 വരെ. നിങ്ങൾ വരുമോ? ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വരണം കേട്ടോ. രാത്രി പകൽ വരാൻ പറ്റുമെങ്കിൽ രാത്രിയിലും വരാൻ തോന്നല്ലേ. ഒരു രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയുടെ ഒക്കെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഒരു വലിയൊരു രാത്രി, അനുഗ്രഹത്തിൻ്റെ രാത്രി. ജൂലൈ 26-ാം തീയതി ഈ ഡേറ്റ് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം പറഞ്ഞുതരും അല്ലേ. എല്ലാവർക്കും ഒന്ന് ധ്യാനം വന്നുകൂടാനൊക്കെ ഉള്ള സമയങ്ങളൊക്കെ പരിമിതിയുണ്ട്. ഈ നൈറ്റ് വിജിൽ വരാൻ വേണ്ടി പറയുക. ഡേറ്റ് ഓർക്കോ? എന്നാണ്? ജൂലൈ 26-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ രാവിലെ 5:30 വരെ. പരിശുദ്ധ കുർബാനയൊക്കെ നമുക്ക് ഇവിടുന്ന് അർപ്പിക്കാം. ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിക്കാം. രാവിലത്തെ കുർബാനയൊക്കെ ഇവിടെ നിന്ന് അർപ്പിച്ചിട്ട് പോവാം. ഇവിടെ വചനവും ആരാധനയൊക്കെ ആയിട്ട് രാത്രി മുഴുവൻ നമുക്ക് ഈശോയുടെ കൂടി ഇരിക്കാം. അപ്പം നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒത്തിരി പേരെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടോ? ഉണ്ട് അല്ലേ. ചിലരൊക്കെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ, തപസ് ഹീലൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹം, നിങ്ങളോട് പ്രത്യേക സ്നേഹം. ഇനിയും കൂടുതൽ ആളുകളെ സ്വാഗതം ചെയ്യുന്നു മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടി കേട്ടോ. ഇവിടെ റെസിഡൻഷ്യൽ റിട്രീറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് മണിക്കൂറുകളോ 3 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ രാത്രിയോ ഒക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, ആരാധനയ്ക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു.